എൻ്റെ ബിസ്ക്കറ്റ്. ഏട്ടാ ആ അവന് വീണ്ടും റിവെഞ്ചിന്റെ പ്രശ്നം തുടങ്ങിയല്ലേ? നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ നീ, പൂനിലാവിൽ പൂക്കും പുണ്യമല്ലോ നിന്റെ തിരുനടയിൽ തിരുനടയിൽ. എനിക്ക് വെള്ളം തരത്തില്ലയോ? ഞാനാണ് റിബ്രാഞ്ച് റിവഞ്ച് രാഹുൽ. ഇതെന്റെ കഥയാണ്. അവൻ എന്തേടി? ഉറങ്ങി. അവന്റെ റൂമിൽ കൊതു വല്ലതും ഉണ്ടോ അടി? നീ എന്നെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലേ? നീ ഇനി ചെവിതലൊക്കെ എനിക്കൊന്ന് കാണണം. പേടിക്കണ്ട, കഴിഞ്ഞിട്ടില്ല. ഇനിയുണ്ട്. പേടിച്ചു പോയോ? ചെവിക്കല്ല് പൊട്ടിയോ? പേടിക്കണ്ട കേട്ടോ. ഇനി വയറ്റിൽ കിടന്ന് വിളിക്കാട്ടോ. പുറത്തോട്ട് പോകാൻ നോക്കുവാണോ? ഇനി വിടൂല്ല. ഇല്ല, ഞാൻ ഗുഡ് നൈറ്റ് കുത്തിയിട്ടായിരുന്നു. ഭാഗ്യം. ഏട്ടാ ഇതൊന്നും നോക്കിയേ. നമസ്കാരം. നിങ്ങളുടെ കുട്ടിക്ക് വാശി അധികമാണോ? ദേഷ്യം അധികമാണോ? റിവെഞ്ച് അധികമാണോ? എടാ ഉറുമ്പേ, നീ എന്നെ കടിക്കും അല്ലടാ കട്ടുറുമ്പേ. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ഇഞ്ചക്ഷൻ എടുക്കുമ്പം ഉറുമ്പ് കടിക്കുന്ന വേദനയാണ്. എങ്കിലേ ആ ഉറുമ്പ് കടിക്കുന്ന വേദന നീ ഇനി അറിയാൻ പോവാ. Every time I see you, I need you, I want you. ബാക്കി എനിക്കറിയത്തില്ല. ബ്ലഡി സ്വീറ്റ്. എടാ കട്ടുറുമ്പേ, നീ കടിച്ചപ്പോളെ ഞാൻ എന്തോരം ചൊറിഞ്ഞെന്നറിയാവോ? ആ ചൊറിച്ചിലൊക്കെ
ഒക്കെ നീ അനുഭവിക്കണം. ഓടിപ്പോരുത്, ചൊറിഞ്ഞ് നശിച്ചിട്ട് പോയാൽ മതി. ചൊറിയുന്നോ? ഈ റിവെഞ്ചിന്റെ പ്രശ്നം അവർ അവരുടെ കൂട്ടുകാരുടെ മുന്നിലും കാണിക്കാറുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇതൊരു മഴയാണ്. ദേഹത്ത് മൊത്തം വെള്ളമാക്കിയല്ലോ പന്ന പട്ടി. ആ പട്ടിയുടെ തലയ്ക്ക് ഞാൻ വെള്ളം ഒഴിക്കും. അത് ഓടി തന്നെ. മഴയാണോ മുന്നേ? റിവെഞ്ച് കാരണം അപകട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എടാ എലി, നീ എൻ്റെ ചോറെടുത്ത് തിന്നുമല്ലേ? കാണിച്ചു തരാടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. എടി, എലിക്ക് തിന്നാൻ വേണ്ടി എലിക്കേക്ക് വെച്ചില്ലായിരുന്നോ? ഇപ്പൊ അടുക്കള കാണുന്നില്ല, അത് തിന്നും തോന്നുന്നു. അത് എലിയല്ല തിന്നെ, പിന്നെ ഞാനാ. ഇതിനെല്ലാം ഒരേ ഒരു പ്രതിവിധി, അവനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കുക. അത് തന്നെ ഓടും. ഇതൊക്കെയാണ് എൻ്റെ മോൻ്റെ കാര്യങ്ങൾ. പിന്നെ അവന് ജോലിക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല. 2 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള കാശ് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നിങ്ങൾ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞങ്ങൾ പാരമ്പര്യമായിട്ട് റെഡി. പക്ഷേ അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് എൻ്റെ മോളെ വിടാൻ എനിക്ക് താല്പര്യമില്ല. എന്തൊരെടുക്കും എൻ്റെ ചേട്ടൻ. എൻ്റെ കൈ കൊണ്ടൊരു നല്ല ചായ ഇട്ടുകൊണ്ട് വരാം. അതൊരു പറഞ്ഞു. ഡേ, അവന് കല്യാണം കഴിഞ്ഞതിലേ അവന്റെ റിവെഞ്ചിന്റെ പ്രശ്നമൊക്കെ മാറിയെന്ന് തോന്നടി. കണ്ട എത്ര കൊതു കുത്തിയിട്ടും കണ്ട അനങ്ങാതെ കിടക്കുന്ന. അതെന്തോടി അടുക്കളയിലൊരു സൗണ്ട്? ഇത് പകരുന്ന അസുഖമല്ലോ ആണോടി?